തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാഃ. ജയ് ശ്രീരാമകൃഷ്ണ, ജയ് ശാരദാദേവി, ജയ് സ്വാമിജി മഹാരാജ്. ഏകദേശം നമ്മൾ വചനാമൃതവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ആളുകളെയും ഇതിനകം പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ആ കഥയിലേക്ക് നമുക്ക് പോകാനോ ഒക്കെ കഴിഞ്ഞു. ഏതാണ്ട് എല്ലാവരും നമ്മളുടെ വചനാമൃതവുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനകത്ത് വന്നു. പ്രധാനപ്പെട്ട എല്ലാവരും അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നാൽ വചനാമൃതത്തിൻ്റെ പിന്നിലെ ചില കഥകൾ, വചനാമൃത രചനയ്ക്കോ അല്ലെങ്കിൽ വചനാമൃതം ഉണ്ടാകാൻ രചന മാത്രമല്ല, രചനയുടെ പിന്നിലെ കഥകളും നമ്മൾ മഹാശയൻ്റെ കഥ വായിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ഇതല്ല, ഇത് ഭഗവാൻ ഈ വചനാമൃതം രചിക്കപ്പെടുന്നതിന് സാഹചര്യങ്ങളെ, ആ രചിക്കപ്പെട്ട സാഹചര്യങ്ങളെ ഭഗവാൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ഏതായിരുന്നു ആ അവതാര ഉദ്ദേശത്തിൽ ഉണ്ടായത് എങ്ങനെ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഭഗവാൻ അതിനെ നമുക്ക് വേണ്ടി ആ ഒരു വലിയ ആ ഒരു എന്താ പറയുക, ഭഗവത് ആ നെക്ടർ എന്ന് പറഞ്ഞല്ലേ, അമൃത് നമുക്ക് എങ്ങനെ തരാൻ വേണ്ടി ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് ഈ വചനാമൃത കഥയിൽ വരുന്ന കുറേ കാര്യങ്ങൾ. അപ്പം ഇത് അങ്ങനെയാണ് വചനാമൃത കഥ എന്നുള്ള രീതിയിൽ നമുക്കത് ഇന്ന് മുതൽ നമുക്കത് നോക്കാം, എങ്ങനെയാണത് സംഭവിക്കുക എന്നുള്ളത്. പല ഭാഗത്തും കണ്ടതിനെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കിയതാണ് ഞാൻ. അത് എങ്ങനെ ഇരിക്കും എന്നറിയില്ല, എന്നാലും നോക്കാം. ഈ വചനാമൃതം രചന തുടങ്ങുന്നത് നമുക്കറിയാം 1882. അതുകൊണ്ട് തന്നെ 1800കളിൽ തുടങ്ങുകയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആരംഭിക്കുമ്പോൾ. അതായത് ഭഗവാന്റെ അവതാരോദ്ദേശം അത് 1836 ഭഗവാന്റെ ജനനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതിന് ഉള്ള പശ്ചാത്തലം ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ 1800കൾക്ക് മുമ്പേ തന്നെ അത് തുടങ്ങിയിരിക്കുന്നു. അതാണ് അതിനകത്തെ അവിടെ മുതൽ നോക്കുമ്പോഴാണ് എങ്ങനെയാണ് ഭഗവാൻ ഈ അവതാര മഹിമയുടെ ഒരു പ്രത്യേകതകൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഈ 1800കൾ മുതൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം 1800 നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, ഹാരെ എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലൻഡുകാരൻ, ഹാരെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സ്കോട്ട്ലൻഡുകാരനാണ്. ഈ സ്കോട്ട്ലൻഡുകാരൻ ഹാരെ 1800 ഇന്ത്യയിലേക്ക് വരുന്നത്. അത് വന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ആളാണ് ഹാരെ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ ഒരു കച്ചവടത്തിന് വന്ന ആളാണ് ഹാരെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് വാച്ച് നിർമ്മാണമായിരുന്നു. വിദേശ വാച്ച് നിർമ്മാണമായിരുന്നു ഹാരയുടെ പ്രധാന ഇന്ത്യയിലെ ലക്ഷ്യം. അപ്പോൾ അതിനാണ് അയാൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇവിടെ വന്നത്. അങ്ങനെ കൽക്കട്ടയിൽ അദ്ദേഹം ഒരു വാച്ച് കട ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് ഹാരെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഹാരയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാന വിശ്വാസം അതായിരുന്നു, ഇന്ത്യയിൽ ആവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്
ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശയം. അപ്പോൾ കൽക്കട്ടയിലെ വാച്ച് കടയിൽ വരുന്ന പ്രമുഖരായ ആളുകളോട് അദ്ദേഹം ഈ ആശയം പറയുമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം, 1800 വാച്ച് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ പ്രഭുക്കളാണ് എന്ന് പറയുന്ന പ്രഭുക്കൾ എന്നൊക്കെ നമ്മൾ അക്കാലത്ത് പറയുന്ന ആളുകൾ മാത്രമേ വാച്ച് ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ സാധാരണ ജനം വാച്ച് ഉപയോഗിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരാണ് കൂടുതലും വാച്ച് ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കാർ വാച്ച് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അതിൽ തന്നെ ഏറ്റവും പ്രഭുക്കളായവർ അല്ലെങ്കിൽ അതിസമ്പന്നരായ ഇന്ത്യക്കാർ മാത്രമാണ് വാച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൽക്കട്ടയിലെ അന്നത്തെ ഒരു പോപ്പുലേഷൻ്റെ കണക്കെടുത്താൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ കൽക്കട്ട നഗരത്തിൽ വാച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലേക്കാണ് ഇയാൾ വാച്ച് കടയുമായിട്ട് വരുന്നതെന്നും കൂടെ ഓർക്കണം. അത് വളരെ കുറച്ച് പേർ. ഇപ്പം പ്രത്യേകിച്ചും അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ് അദ്ദേഹം വന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആണ് വരേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായം. ഇത് ആ കടയിൽ വരുന്ന ഓരോരുത്തരും പ്രമുഖരായ ഓരോരുത്തർ വരുമ്പോഴും ഈ വരുന്നവരോടൊക്കെ ഈ വർത്തമാനം പറയും, കാര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്. അങ്ങനെ കടയിൽ വന്നുകൊണ്ടിരുന്ന പ്രമുഖരായ ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യക്കാരൻ ആയിരുന്നു രാജാറാം മോഹൻ റായ്. രാജാ റാംമോഹൻ റായ് ഈ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. അപ്പോൾ 1814 ഇവർ അടുത്ത സുഹൃത്തുക്കളായത്. 800 ഈ ഹാരെ വരുന്നത് ഈ വാച്ച് കടയുമായിട്ട്. പക്ഷെ 14 വർഷങ്ങൾക്ക് ശേഷം 1814 രാജാ റാംമോഹൻ റായ് ഈ കടയിൽ വാച്ച് വാങ്ങാൻ വരുന്നതും അങ്ങനെ ആ വാച്ചുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് ഇവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായി മാറി. അപ്പോൾ നമുക്കറിയാം, രാജാ റാംമോഹൻ റായെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ്. സമൂഹത്തിൽ ഏറ്റവും പുരോഗതി കൈവരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാ റാംമോഹൻ റായുടെ അടുത്താണ് ഹാരെ പറയുന്നത്, നമുക്കിവിടെ കൽക്കട്ടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന ആശയം ഇവർ പങ്കുവച്ചു. മാത്രമല്ല ഈ ഹാരയെ നമ്മുടെ രാജാ റാംമോഹൻ റായ് അന്ന് ആ കൽക്കട്ടയിൽ നടക്കുന്ന ആത്മീയ സഭകളിൽ, അവിടെ ആത്മീയ സഭകൾ, അത് ഈ പ്രത്യേകിച്ച് ഇത്തരം ഒരുപാട് സംഘടനകൾ അന്നുണ്ടായിരുന്നു, പ്രഭാഷണങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ആത്മീയ പ്രഭാഷണ സ്ഥലങ്ങളിലെല്ലാം ഈ ഹാരയെ കൊണ്ടുപോകുന്നത് രാജാ റാംമോഹൻ റായ് ആണ്. അങ്ങനെ 14 ഇവർ സുഹൃത്തുക്കളായി. 1816 ആയപ്പോൾ 2 കൊല്ലം ആയപ്പോഴേക്കും ഈ കൽക്കട്ടയിൽ നടക്കുന്ന ആത്മീയ പ്രഭാഷണങ്ങളിലെ പ്രധാന വ്യക്തികളായി മാറി ഇവർ രണ്ടുപേരും. ആര്? ഹാരെയും മോഹൻ റായിയും. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് കൽക്കട്ടയിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ച തുടങ്ങി. അപ്പോൾ ഈ ഒരുപാട് പ്രഭാഷണ രംഗങ്ങളിൽ ഇവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർക്ക് പിൻബലമുണ്ടായി. മാത്രമല്ല അന്നത്തെ സോക്കോൾഡ് പ്രമുഖരായ ആളുകൾ, വലിയ സമ്പന്നരായ ആളുകൾ ഈ ആശയം ഉൾക്കൊണ്ടു ശരിയായ രീതിയിൽ. അങ്ങനെയാണ് കൽക്കട്ടയിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചൊരു ചർച്ച സജീവമാക്കി. ഈ ചർച്ച 816 ഇവർ ഈ ചർച്ച ആരംഭിച്ചതെങ്കിലും 1800 എന്തോ പറഞ്ഞോളൂ. അല്ല, പിന്നെ മെക്കാളെ പ്രഭു വരുമ്പോഴും അതെ അല്ല ഇത് അതിനൊക്കെ മുമ്പാണ്. ഇതൊക്കെ അതിനു മുമ്പേ തുടങ്ങി. 1817 ഈ ചർച്ചയുടെ ഫലമായിട്ട് 1817 ഹിന്ദു കോളേജിന് കൽക്കട്ടയിൽ തറക്കല്ലിടുന്നത്. നമുക്ക് ഒരു വർഷം കൊണ്ട് ഹിന്ദു കോളേജ് എന്നുള്ള പേരിൽ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഹിന്ദു കോളേജ് എന്നുള്ള പേരിൽ തറക്കല്ലിട്ടു. അതിൽ മുൻകൈയെടുത്തത് രാജാ റാംമോഹൻ റായ് ആണ്. അത് ഈ ഹാരയുടെ പ്രേരണയാണ് അതിനകത്തുണ്ടായത്. എന്നിട്ട് ആ ഹിന്ദു കോളേജാണ് ഇന്ന് നമ്മൾ കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. ആ ഹിന്ദു കോളേജാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, 1817 സ്ഥാപിതമായതാണ് ആ കോളേജ്.
ഹിന്ദു കോളേജ്. അപ്പോൾ പേര് ഹിന്ദു കോളേജ് എന്നാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം, ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് അതിനകത്ത് ആ ഒരു വലിയ പ്രത്യേകത. എന്നിട്ട് പിന്നീട് പുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി ഇവർ. അതിനും ഹാരയാണ് മുൻകൈ എടുത്തത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഈ ഇംഗ്ലീഷ്, ബംഗാളിയും ഇംഗ്ലീഷും രണ്ട് ഭാഷയിലുള്ള പാഠപുസ്തകങ്ങൾ, ഈ സ്കൂളുകൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ബംഗാളി പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് ഇത് സ്കൂളുകളിലെല്ലാം വിതരണം ചെയ്യുന്ന ജോലി കൂടെ ഈ ഹാരെ ഏറ്റെടുത്തു. അപ്പോൾ ഹാരയ്ക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് കൂടെ നിൽക്കുന്നത് രാജാ റാംമോഹൻ റായിയാണ്. അതാണ് സമൂഹത്തിലെ അന്നത്തെ ഏറ്റവും വലിയ പ്രഗത്ഭനെയാണ് ഇയാൾ കയ്യിലെടുത്തത്. എന്നിട്ട് സ്കൂളുകളിലെല്ലാം ഇംഗ്ലീഷ് ബംഗാളി അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ള വ്യാജേനയാണ് ഈ സംഗതി നടന്നു പോകുന്നത്. അതിനുവേണ്ടി ഇയാൾ എന്ത് ചെയ്തു? സ്കൂൾ ബുക്ക് സൊസൈറ്റി രൂപീകരിച്ചു. നമുക്ക് എത്ര പടിപടിയായി വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് കയറുന്നത്. സ്കൂൾ ബുക്ക് സൊസൈറ്റി രൂപീകരിക്കുകയായിരുന്നു അതിൻ്റെ പിന്നിൽ. പിന്നീട് കൽക്കട്ട സ്കൂൾ സൊസൈറ്റി സ്ഥാപിച്ചു. നമുക്ക് അടുത്ത ഘട്ടം എത്തിയപ്പോഴേക്കും കൽക്കട്ട സ്കൂൾ സൊസൈറ്റി സ്ഥാപിച്ചു. എന്നിട്ട് ഈ ഹാരെ എന്ത് ചെയ്യും? ദിവസേന എല്ലാ സ്കൂളുകളിലും കയറിയിറങ്ങും, എല്ലാ സ്കൂളുകളിലും കയറിയിറങ്ങും. പിന്നെ ഹിന്ദു കോളേജിൽ സ്ഥിരം സന്ദർശിക്കും. കാര്യം ഹിന്ദു കോളേജിലാണ് കൂടുതൽ ഈ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളുള്ളത്. അതുകൊണ്ട് ഹിന്ദു കോളേജിൽ സ്ഥിരമായി പോകും. എന്നിട്ട് കുട്ടികളുമായിട്ട് സംസാരിക്കും. ഈ ഹിന്ദു കോളേജിലെ യുവാക്കളായ കുട്ടികളുമായിട്ട്, അന്നത്തെ കാലത്തെ യുവാക്കളായ കുട്ടികളുമായിട്ട് സംസാരിക്കും. അതൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതൊരു വലിയ വിദ്യാഭ്യാസ പരിഷ്കരണം എന്നാണ് നമുക്ക് തോന്നുക. തുടർന്ന് ഹാരെ അടുത്ത പടി, അതും രാജാ റാംമോഹൻ റായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് അടുത്ത പടി കയറിയത് എന്താ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാമെന്നുള്ളൊരു നയം വെച്ചു. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകണം. ഇതൊക്കെ ആരും എതിർക്കില്ല. കാര്യം വളരെ പുരോഗമന ആശയമായതുകൊണ്ടും രാജാ റാംമോഹൻ റായ് പോലും ആ പുരോഗമന ആശയത്തിൻ്റെ ഭാഗമായി മാറി. എന്നിട്ട് സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ലേഡീസ് സൊസൈറ്റി രൂപീകരിച്ചു. അങ്ങനെ ലേഡീസ് സൊസൈറ്റികളുണ്ടായി. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഹാരെ എന്ത് ചെയ്തു? ഏതായാലും വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങേരുദ്ദേശിച്ച വിധത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വാച്ച് കട വിറ്റു. ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാച്ച് കട എന്നുള്ള ആ പ്രത്യക്ഷത്തിലുണ്ടായ ഒരു സംഗതി പുള്ളി വിറ്റു. ആ വാച്ച് കട വിറ്റിട്ട് ആ വിറ്റ് കിട്ടിയ തുക കൊണ്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. നോക്കൂ, അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘടന ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ വാച്ച് കട വിറ്റിട്ട് സ്കൂളുകൾ, ആ തുകയ്ക്കും കൂടെ സ്കൂളുകൾ സ്ഥാപിച്ചു. അങ്ങനെ കാര്യങ്ങൾ ഒരുവിധം പച്ച പിടിച്ച് വന്നപ്പം കഷ്ടകാലത്തിന് ബംഗാളിൽ അക്കാലത്താണ് 1842 1842 ബംഗാളിൽ കോളറ പടർന്ന് പിടിക്കുകയും ഈ ഹാരെ ആ കോളറ പിടിച്ച് മരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ കൽക്കട്ടയിൽ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു. അത് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇത് ഇയാളുടെ മരണത്തിന് മുമ്പ് തന്നെ ഇയാൾ അതിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അതൊരു 10 വർഷം മുമ്പേ ആരംഭിച്ചിരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല. അപ്പം ഇയാളുടെ മരണം 1842 32 മുതൽ ഇയാൾ ഇതിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതെന്താണ് സംഭവിച്ചത്? 10 വർഷം മുമ്പ് അലക്സാണ്ടർ ഡഫ് എന്നൊരു സ്കോട്ടിഷുകാരൻ ഇവിടെ വന്നു കൽക്കട്ടയിൽ. അലക്സാണ്ടർ ഡഫ് എന്നായിരുന്നു ആ സ്കോട്ടിഷ്, ഇത് ഇയാളുടെ നാട്ടിൽ നിന്ന് തന്നെ, സ്കോട്ട്ലാൻഡിൽ നിന്ന് തന്നെ ഇവിടെ വന്നു. പക്ഷെ അയാൾ ഒരു മിഷണറി ആയിരുന്നു. അപ്പോൾ 10 വർഷം മുമ്പ്, ഇയാളുടെ മരണത്തിനും 10 വർഷം മുമ്പ് മറ്റൊരു സ്കോട്ടിഷുകാരനെ രംഗത്തിറക്കി. അതൊരു മിഷണറിയെ തന്നെ ഇറക്കി. അങ്ങനെ ഒരു മിഷണറി പ്രവർത്തകനെ കൊണ്ടുവന്നിട്ട് കൽക്കട്ടയിലെ സ്കൂളുകളിലെല്ലാം തന്നെ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം, പ്രാദേശിക ഭാഷ പാടില്ല, ബംഗാളി പാടില്ല എന്ന നിർദ്ദേശം കൊണ്ടുവന്നു.
നോക്കി എത്ര പെട്ടെന്നാണ് അതിൻ്റെ ആദ്യം ഹാരെ കൊണ്ടുവന്നപ്പം ഇംഗ്ലീഷ് ബംഗാളി പാഠപുസ്തകമാണ് കൊണ്ടുവന്നത്, ബൈലിംഗ്വലായിട്ടുള്ള പാഠപുസ്തകമാണ് ഇറക്കിയത്. അതേസമയം അലക്സാണ്ടർ ഡഫ് വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇനി ബംഗാളി പാടില്ല, ഇംഗ്ലീഷ് മാത്രം, സ്കൂളുകളിൽ ഇംഗ്ലീഷ് മാത്രം. 1832 വന്ന് ഈ 42 ആയപ്പോഴേക്കാണ് ഇയാൾ ഈ രംഗത്ത് ഇതിറക്കിയത്, ഈ ഒരു പദ്ധതി ഇറക്കിയത്. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം, പ്രാദേശിക ഭാഷ പാടില്ല എന്നുള്ള ഇത് നിർദ്ദേശം കൊണ്ടുവന്നു. ഇതിനൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഇയാളെ സംബന്ധിച്ച്. എന്തായിരുന്നു ആ ദീർഘവീക്ഷണം? ക്രിസ്തുമതത്തിലേക്ക് ചേരുന്നത്, അതായത് അന്നത്തെ കാലത്ത് ഈ മിഷണറി, അതായത് 832 ഇയാൾ വന്ന് മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഈ ഹാരെ മരിക്കുന്ന 10 വർഷത്തിനിടയിൽ നടന്ന മിഷണറി പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ചത്, ക്രിസ്തുമതത്തിലേക്ക് അന്ന് ചേർന്ന ഇന്ത്യക്കാർ എന്ന് പറയുന്നവർ, അത് ഇന്ത്യയിലുള്ള മറ്റ് ഇതര മതസ്ഥരായ ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നുവെങ്കിലും ഭൂരിഭാഗവും സാമ്പത്തികമായി പിന്നാക്കമുള്ളവരായിരുന്നു. ഈ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട ആരും തന്നെ ക്രിസ്തീയ സമുദായത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ലായില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയില്ല. അപ്പോൾ പിന്നാക്ക വിഭാഗത്തിലുള്ളവരായിരുന്നു കൂടുതലും ഈ ക്രിസ്തീയ സഭയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ സാമുദായികമായി പിന്നോക്കമുള്ള ആളുകൾ ഇങ്ങനെ മാറുകയും മുന്നോക്ക ജാതിയിൽപ്പെട്ടവരുണ്ടാകാതിരുന്നപ്പോൾ അന്നത്തെ അപ്പർ ക്ലാസ് എന്ന് പറയുന്നൊരു വിഭാഗം, അന്നത്തെ അപ്പർ ക്ലാസ് എന്ന വിഭാഗം ഇത്തരം അവരുടെ കുട്ടികളിൽ ഈ ഒരു താല്പര്യം ജനിക്കണമെങ്കിൽ സമ്പൂർണ്ണമായി ഇംഗ്ലീഷ് കൊണ്ടുവന്നാലേ പറ്റൂ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അപ്പർ ക്ലാസ് വരികയുള്ളൂ. ബംഗാളിയും കൂടെ ചേർത്ത് പഠിച്ചാൽ അപ്പർ ക്ലാസ് വരില്ല. അത് 1842 കഥയല്ല, 2024 കഥയും അതുതന്നെയാണ്. നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചാലേ നമ്മുടെ കുട്ടികളെ വിടുകയുള്ളൂ സ്കൂളിൽ. മലയാളം പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ വിടില്ല. അതാണ് അതിനകത്ത്. അത് 2024 വലിയ വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷേ 842 അലക്സാണ്ടർ ഡഫാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ബംഗാളി പാടില്ല, ഇംഗ്ലീഷേ പാടുള്ളൂ. അതിൻ്റെ കാരണം അപ്പർ ക്ലാസ്സിലുള്ളവരുടെ കുട്ടികൾ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് ഏറെക്കുറെ പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലായി. വിദ്യാഭ്യാസ രംഗത്ത് ഇത് വളരെയേറെ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. നോക്കൂ, ഇത് ആരും എതിർക്കില്ല, അല്ലെങ്കിൽ ആർക്കും ഇത് എതിർക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം സൃഷ്ടിച്ചതാണ് ഈ സ്കൂളുകളിലെ ബംഗാളി ഭാഷ മാറ്റിയിട്ട് ഇംഗ്ലീഷ് മാത്രം പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ സ്ഥാപിതമായ ഹിന്ദു കോളേജിലെ പ്രധാന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഒരു പശ്ചാത്തലം ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഈ ഹിന്ദു കോളേജ്, നേരത്തെ സ്ഥാപിച്ച ആ ഹിന്ദു കോളേജിലെ പ്രധാന അധ്യാപകനായിരുന്നു ഹെൻറി ലൂയിസ് വിവാൻ ഡിറോസിയോ. ഒരു വല്ലാത്ത പേരാണ്, ഹെൻറി ലൂയിസ് വിവാൻ ഡിറോസിയോ. അദ്ദേഹം ഹിന്ദു കോളേജിൽ വരുന്നത് 20ാമത്തെ വയസ്സിലാണ്. പ്രൊഫസറാകുന്നത് വെറും 20 വയസ്സിലേ അദ്ദേഹം ഹിന്ദു കോളേജിൻ്റെ പ്രൊഫസറായിരുന്നു. ആരാണ്? ഈ ഹെൻറി ലൂയിസ് വിവാൻ ഡിറോസിയോ എന്ന് നമുക്ക് ഓർത്തു വെക്കാം. ആ പേര് മുഴുവനും പറയണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഡിറോസിയോ എന്ന് പറയുന്ന അദ്ദേഹം 20ാമത്തെ വയസ്സിൽ ഈ ഹിന്ദു കോളേജിൻ്റെ പ്രൊഫസറായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്, ആംഗ്ലോ ഇന്ത്യനാണ്. ഈ ഡിറോസിയോ കൽക്കട്ടയിൽ ജനിച്ചു വളർന്ന ആളാണ്, ആംഗ്ലോ ഇന്ത്യനാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളൂ. 1828 ഇദ്ദേഹം വിദ്യാർത്ഥികളിൽ, നോക്കണം, 1828 ഇദ്ദേഹം വിദ്യാർത്ഥികളിൽ സാഹിത്യ അഭിരുചി വളർത്താനായിട്ടുള്ള കഠിനമായ ശ്രമം നടത്തി. 1828 ഇതേ വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ 1828 വിദ്യാർത്ഥികളിൽ സാഹിത്യ അഭിരുചി വളർത്താനായിട്ട് ഡിറോസിയോ
പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ ഈ വലിയൊരു പരിഷ്കരണത്തിൽ ഡിറോസിയോ നടത്തിയ ഈ വലിയ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ നമുക്കറിയാം, തുടക്കത്തിൽ കണ്ട ആ ഹാരയോടൊപ്പം നിന്ന രാജാ റാം മോഹൻ റായ് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു. അതാണ് ബ്രഹ്മസമാജത്തിൻ്റെ രൂപീകരണം. നോക്കൂ, ഒരു വശത്ത് ആംഗ്ലോ ഇന്ത്യൻസും ഇംഗ്ലീഷുകാരും കൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു വരുമ്പോഴേക്കും രാജാ റാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. അതും ഈ 1828 ഒരേ വർഷം. ഇതേ സമയത്താണ് ഡിറോസിയോയുടെ നേതൃത്വത്തിൽ ഇവിടെ രാജാ റാം മോഹൻ റായ് ബ്രഹ്മസമാജം രൂപീകരിച്ചപ്പോൾ ഡിറോസിയോ മറുവശത്ത് യങ് ബംഗാൾ എന്ന യുവജന സംഘം രൂപീകരിച്ചു. നമുക്ക് ആ ഒരു ബംഗാളിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുന്നതാണ് ഈ കഥ. അപ്പോൾ ബ്രഹ്മസമാജം 1828 രൂപീകൃതമാകുമ്പോൾ ഡിറോസിയോ തൊട്ടിപ്പുറത്ത് യങ് ബംഗാൾ എന്ന യുവജന സംഘം രൂപീകരിച്ചു. അപ്പോൾ എന്നിട്ട് ഈ യങ് ബംഗാളിൻ്റെ പോർട്ട്ഫോളിയോ എന്താണെന്ന് വെച്ചാൽ തെളിവില്ലാത്ത ഒന്നും അംഗീകരിക്കരുത് എന്നാണ് തത്വം. നോക്കൂ, ബ്രഹ്മസമാജത്തിനും ഏതാണ്ട് ഈ ചുവടിലാണ് അതും വളർന്നു വന്നത്. കാരണം അവരും പ്രത്യക്ഷ ദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഡയറ്റി പാടില്ല, അപ്പോൾ ഒരു വിഗ്രഹാരാധനയില്ല. അപ്പോൾ ഈ വിഗ്രഹരൂപത്തിൽ പറയുന്ന ആ ഒരു കോൺസെപ്റ്റും ബ്രഹ്മസമാജംകാരും അംഗീകരിക്കുന്നില്ല. അതേ ഇത് തന്നെയാണ് ഇവിടെ ഡിറോസിയോയും യങ് ബംഗാളിലൂടെ മുന്നോട്ട് വെച്ചത്. എന്താണ്? അദ്ദേഹം കുറച്ചുകൂടെ ഒരു സയൻറ്റിഫിക്കായിട്ട്, ഇന്നത്തെ പറയുന്ന ശാസ്ത്രീയം എന്ന് ഇന്ന് നമ്മൾ പല പ്രസംഗങ്ങളും കേട്ടതാണ്. അന്ന് ഡിറോസിയോയും ഇതേ ശാസ്ത്രീയം തന്നെ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? തെളിവില്ലാത്ത ഒന്നും അംഗീകരിക്കരുത് എന്ന തത്വം. അത് വിദ്യാർത്ഥികളിൽ വളരെ ആഴത്തിൽ അത് പ്രചരിപ്പിച്ചു. യങ് ബംഗാളിലൂടെ ബംഗാളിലെ വിദ്യാർത്ഥികൾ യുവസമൂഹത്തിനിടയിൽ ഒരാഴത്തിൽ വേരോടിപ്പോയ ഒരു വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിന്താ പദ്ധതിയായിരുന്നു, തെളിവില്ലാത്ത ഒന്നും അംഗീകരിക്കരുത്. ഇത് ഇന്ത്യൻ സനാതന ധർമ്മത്തിൻ്റെ അടിവേററുക്കുന്ന ചിന്തയാണ്. അപ്പോൾ എത്ര എഫക്റ്റീവായിട്ടാണ് അത് പതുക്കെ കയറി വരുന്നതെന്ന് ആലോചിച്ചു. ആ വരവ് നമ്മൾ പഠിക്കേണ്ടതാണ്, ചരിത്രം പഠിക്കുന്ന പോലെ പഠിക്കണം. അപ്പോൾ തെളിവില്ലാത്തതൊന്നും വരരുത് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനൊരു നിയമസംഹിതയുണ്ടാക്കി. ഈ നിയമസംഹിത അത് 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നിയമം. ഈ യുവാക്കളിൽ അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ഈ കാര്യം 5 അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് ഈ 5 അടിസ്ഥാന തത്വങ്ങൾ? ഈ തെളിവില്ലാത്ത ഒന്നും സ്വീകരിക്കരുത്. അപ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിന് ഡിറോസിയോ അല്ലെങ്കിൽ യങ് ബംഗാളിൻ്റെ തത്വശാസ്ത്രമനുസരിച്ച് 5 കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. 5 കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ അത് അംഗീകരിക്കാം എന്ന് തീരുമാനമെടുത്തു. എന്താണ് ഈ 5 കാര്യങ്ങൾ? അത് ഇത്രയേ ഉള്ളൂ. 5W and H എന്നാണ് അതിന്. 4W and H 4W and H എന്നാണ് ആ ഫോർമുലയുടെ പേര്. 4W and H എന്താണ് 4W? വൈ എങ്ങനെ, വെൻ എപ്പോൾ, വേർ എവിടെ, വെൻ വാട്ട് വേറല്ല വാട്ട് എന്തുകൊണ്ട്. അപ്പോൾ വൈ എങ്ങനെ, വെൻ എപ്പോൾ, വേർ എവിടെ, വാട്ട് എന്തുകൊണ്ട്, കൂടാതെ ഹൗ എങ്ങനെ എന്നുള്ളതും കൂടെ. അതാണ് 4W and H എന്നുള്ള ഫോർമുല. ഞാൻ കഴിഞ്ഞ 35 കൊല്ലത്തിന് മുമ്പ് ജേർണലിസം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇന്നും ജേർണലിസത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് 5W and H ആണ്. ഇത് തന്നെ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഈ ബുദ്ധി പോയില്ല പഠിക്കാൻ. 1828 ഇംപ്ലിമെൻ്റ് ചെയ്ത
ഒരു ഫോർമുലയാണ് ഇന്നും പ്രസ് അക്കാഡമിയിലും ജേർണലിസം സ്കൂളിലും പഠിപ്പിക്കുന്നത്. 5W and H. ഇതിനകത്ത് ഒരു W കൂടെ കൂടി ഹൂ എന്നുള്ളത്, WHO ഹൂ എന്നുള്ളതും കൂടെ ഈ ജേർണലിസം ക്ലാസ്സിൽ കയറ്റി. അതായത് ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയാൽ, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയാൽ ഈ 5 Wയും ഒരു Hഉം അതിനകത്തുണ്ടായിരിക്കണം. അതായത് വാർത്ത എങ്ങനെ, എന്താണ് വാർത്ത, എങ്ങനെ ഉണ്ടായി, എപ്പോൾ ഉണ്ടായി, എവിടെയുണ്ടായി, എന്തുകൊണ്ടുണ്ടായി, പിന്നെ ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി. ഇത്രയും 5 ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും ലോകത്തെല്ലാ വാർത്തകളും. ഈ 5 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിലേ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാവുന്ന അടിസ്ഥാന നിയമമാണ് ജേർണലിസം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ എന്തും പറയാം, അതിന് അടിസ്ഥാനപരമായ ഒന്നും വേണ്ട. പക്ഷെ അന്ന് 1828 ഡിറോസിയോ കൊണ്ടുവന്ന ഈ തത്വം 4W and H എന്നുള്ളത് ആണ് ഈശ്വര സങ്കല്പത്തെയും ആധ്യാത്മിക സങ്കല്പത്തെയും ഇന്ത്യൻ യുവത്വം ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തു പറ്റി? എങ്ങനെ, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈശ്വരനുമായി ബന്ധപ്പെട്ട് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് ആധ്യാത്മിക മേഖലയിൽ സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നവർക്ക്. ഇതിന് ഉത്തരം കൊടുത്തേ പറ്റൂ. ഇതിൻ്റെ ഈ 1828 തുടങ്ങിയ ഈ ചോദ്യവുമായിട്ടാണ് ഏതാണ്ട് 1881 ആയപ്പോൾ നരേന്ദ്രൻ ചെന്ന് ചോദിച്ചത്. ഈ 28 ഹരാരയുടെ പാഠമാണ് അയാൾ പഠിച്ചത്, നരേന്ദ്രൻ. അതുകൊണ്ടാണ് ചെന്ന് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ഈ സനാതനധർമ്മത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനത്തെ, ആ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തെ യുക്തിപൂർവം ചോദ്യം ചെയ്തത് ഈ ഫോർമുല ഉപയോഗിച്ചാണ്. 4W and H എന്ന ഫോർമുല ഉപയോഗിച്ചാണ്. കാരണം ഇതിനെങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും? ആധ്യാത്മിക ചിന്തകളിൽ, പ്രത്യേകിച്ച് ഈശ്വരൻ എന്നുള്ളതിൽ ഇതിന് എങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും? ഒരിക്കലും ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ഉത്തരമുണ്ട്, ആ ഉത്തരം വരുന്നതേ ഉള്ളൂ. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇതിന് ഉത്തരം നൽകുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. ഇതോടുകൂടി ഈ മൂവ്മെൻറ്റ് വളരെ ശക്തമായി. എന്നിട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. അതോടുകൂടി യുവസമൂഹം ധോത്തി ഉപേക്ഷിച്ചിട്ട് പാൻറ്റും കോട്ടും ഹാറ്റും ധരിക്കാൻ തുടങ്ങി. ആ വേഷഭൂഷാദികൾ തന്നെ മാറി. സിഗരറ്റ് വലിയ പ്രചാരത്തിലായി ബംഗാളിൽ. അതിപ്പോഴും അതേ അവസ്ഥയിൽ. ഞാനത് മുമ്പും ഒരിക്കൽ പറഞ്ഞ, ബംഗാളികളെ പോലെ ഇത്രയും സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് വലി ഒരു വലിയൊരു അതൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയൊരു കാര്യമാണ് അതവിടെ. അതായത് ഹുക്ക പോലെ ഉള്ളത് കൂടാതെ ഹുക്കയിൽ അന്ന് വിവേകാനന്ദൻ്റെ കാലത്ത് ഹുക്കയായിരുന്നു, സിഗരറ്റ് ഹുക്കയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ വിധത്തിലുള്ള ആളുകൾക്ക് വലിക്കാനുള്ള പ്രത്യേകം ഹുക്കകളൊക്കെ സ്വീകരണ മുറികളിൽ വെക്കണം. ഇവിടെ നമുക്കറിയാം, ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും പുറത്ത് പോയി കൂടെ പുകവലിച്ചിട്ടാണ് അവർ വരിക. ശ്രീരാമകൃഷ്ണദേവനും പറയുന്നുണ്ട്, പുക തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പുകവലിക്കുന്നത് ബംഗാളികളെ സംബന്ധിച്ച് പുകവലി എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ താല്പര്യമായിരുന്നു. അതാണ് ഞാനിത് മുമ്പും പറഞ്ഞ, ഗാനമേളയിൽ കണ്ടതാണ്. ഗായകൻ ഇടയ്ക്കിടയ്ക്ക് പുകവലിച്ചുകൊണ്ടാണ് പാട്ട് പാടുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനിടയിൽ ഗായകൻ പുകവലിക്കും. അയാളുടെ പാട്ട് നിർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങുമ്പോൾ BGM പൂർണ്ണമാകുന്നതിനിടയ്ക്ക് ഇയാൾ 5-6 പുകവലിക്കും. അത് പൊതുവേദിയിൽ മൈക്കിന് മുമ്പിൽ നിന്നാണ്. അതൊന്നും അവിടെ പ്രശ്നമല്ല. അപ്പോൾ അത്രമാത്രം പുകവലിക്ക് പ്രാധാന്യം വരുന്നത് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇംഗ്ലീഷ് സ്റ്റൈൽ ജീവിതം പ്രചാരത്തിലായി ബംഗാളിൽ. ഇത് 1828 മുതൽ 1828 മുതൽ തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് പ്രചാരത്തിലായി. പാശ്ചാത്യ സംസ്കാരം പ്രചരിക്കുന്നതിനെ തടയിടാനും ഇതോടുകൂടി ഒരു പക്ഷം നിലകൊണ്ടു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗത്ത് രാജാ റാം മോഹൻ റോയ്
ബ്രഹ്മസമാജം രൂപീകരിച്ച് ഇപ്പുറത്ത് ഇന്ത്യയും യങ് ബംഗാളും ഒക്കെ ഉയർന്നു വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ പ്രചാരം നേടി കോളേജുകൾ സ്ഥാപിച്ച് ഒരു വലിയ സമൂഹത്തെ ഇംഗ്ലീഷ് സംസ്കാരത്തിലേക്ക്, പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ബംഗാളിൽ നയിക്കപ്പെട്ടപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഇപ്പുറത്ത് മറ്റൊരു വിഭാഗം, ശക്തരായ കുറേ വിഭാഗ ആളുകൾ അണിനിരന്നു. അത് വലിയൊരു ഭാഗ്യമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇവരെ എല്ലാം ജീവചരിത്രം കഴിഞ്ഞ ഈ നാളുകൾക്കിടയിൽ പഠിച്ചതാണ്. ദേവേന്ദ്രനാഥ ടാഗോർ, കേശവചന്ദ്രസേനൻ, ശശധര തർക്ക ചൂടാമണി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇവരെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഇവരാണ് ഈ ഭാഗത്ത്, ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു ഉയർച്ച വന്നപ്പോൾ തൊട്ടിപ്പുറത്ത് ഇതിനെ തടയിടാനായിട്ട് ഇവരാണ് അണിനിരുന്നത്. അങ്ങനെ കൽക്കത്ത നഗരം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇവരെല്ലാവരും കൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്, മറുഭാഗത്ത് യങ് ബംഗാൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രംഗത്തുണ്ടാകുന്ന ഉയർച്ചയുടെ മറ്റൊരു പ്രചരണം. അങ്ങനെ കൽക്കത്ത നഗരം പ്രകമ്പനം കൊള്ളുന്ന ഒരു സാഹചര്യം വരികയാണ്. ഒരു സാംസ്കാരിക യുദ്ധത്തിന് വേദിയാകുകയാണ് കൽക്കട്ട നഗരം. ഇത് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോഴേക്കും 1855 അതായത് 52-53 ആയപ്പോഴേക്കും മൂർധന്യാവസ്ഥയിലെത്തി. ഇത് 55 ആയപ്പോഴേക്കും അത് അതിശക്തമായി. അതായത് അതിൻ്റെ റൂറൽ ഏരിയകൾ വരെ ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്പരമുള്ള ഒരു സാംസ്കാരിക യുദ്ധം ഇതിൻ്റെ എല്ലാ മേഖലകളിലും പ്രചരിപ്പിച്ചു. 1853 ആയപ്പോഴേക്കുമാണ് ഇതിൻ്റെ ഒരു മാക്സിമത്തിലേക്ക് വരികയാണ്. 1853 ആയപ്പോഴേക്കും നോക്കൂ, കമാർ പുക്കൂറിൽ നിന്ന് ഭഗവാൻ കൽക്കട്ടയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രചണ്ഡമായ ഈ പ്രചരണങ്ങൾ നടക്കുന്ന 1853 മൂർധന്യത്തിലാണ് ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യവുമായി ഗദാധരൻ എന്നതിന് പകരം ശ്രീരാമകൃഷ്ണനായി കൽക്കട്ടയിൽ അവതരിക്കുന്നത്. അങ്ങനെയാണ് ഭഗവാന്റെ എൻട്രി ഉണ്ടാകുന്നത് 1853 ശേഷം. 55 ആയപ്പോഴേക്കും റാണി റാസമണി ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. 55 ഈ 55 റാണി റാസമണി ക്ഷേത്രം നിർമ്മിക്കുന്ന അതേ വർഷം സാന്താൾ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്താണ് സാന്താൾ വിപ്ലവം. അതായത് ബംഗാളിൻ്റെ ട്രൈബൽ ഏരിയയിൽ അവർ കാട്ടിലൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ കാട്ടിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന സാന്താൾ വർഗ്ഗക്കാർ, അവർ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ വസ്തുക്കൾക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. കാട്ടിൽ കിട്ടുന്ന തേനാകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള പലതും അത് നാട്ടിലെ ഈ ഗ്രാമങ്ങളിൽ പുറമേ കൊണ്ടുവന്ന് ചന്തയിൽ വിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇംഗ്ലീഷുകാർ നികുതി ചുമത്തി. നോക്കൂ, ഈ പാവപ്പെട്ട ഈ ബംഗാളി ട്രൈബലുകൾ കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ഇത് ടൗണിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ട് വിൽക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണമെന്ന നിയമം കൊണ്ടുവന്നു. ഈ ടാക്സ് കൊടുക്കണമെന്നുള്ള നിയമത്തിനെതിരെയാണ് 1855 മുതൽ 56 വരെ സാന്താളികൾ വിപ്ലവം ആരംഭിച്ചു. വലിയൊരു യുദ്ധം നടന്നു. ഇതെന്ന് വലിയ ഒളിപ്പോരാട്ടമാണ്. നമ്മളിവിടെ പഴശ്ശിയുടെ കാലത്ത് നടന്ന പോലുള്ള ഒളിപ്പോരാട്ടം, ഈ അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ച്. ഇത് മൃഗയ എന്നുള്ള പേരിൽ ഒരു സിനിമ മൃണാൾ സെൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ആ സിനിമയെക്കുറിച്ചൊക്കെ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ 1856 ഈ സാന്താൾ വിപ്ലവം ഒരുവിധം കെട്ടടങ്ങി. കാര്യം ഇംഗ്ലീഷുകാർ തന്നെ അത് തോറ്റു പിന്മാറി. പ്രത്യേകിച്ച് രാജ്ഞി അത് തടസ്സപ്പെടുത്തി. കാര്യം അന്നത്തെ ഇവിടുത്തെ ഗവർണർ ജനറലിൻ്റെ ബുദ്ധിമോശമായിരുന്നു ഇത് എന്ന് വിചാരിച്ച് അതിലൊക്കെ മാറ്റം വരുത്തി. ഏതായാലും സാന്താൾ വിപ്ലവം അവിടെ അവസാനിച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ സമരം എന്നുള്ളത് യഥാർത്ഥത്തിൽ പറയേണ്ടത് സാന്താൾ വിപ്ലവത്തെയാണ്. 55 നടന്ന സാന്താൾ വിപ്ലവത്തെയാണ് യഥാർത്ഥത്തിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി പറയേണ്ടതെങ്കിലും
ചരിത്രപരമായി നമ്മൾ അംഗീകരിക്കുന്ന സിപ്പായി ലഹളയാണ്. അതായത് 56 ഒരു വർഷം കഴിഞ്ഞ് നടന്ന 55 സാന്താൾ വിപ്ലവം, 56 അത് അവസാനിക്കുന്നു, 56 സിപ്പായി ലഹള തുടങ്ങുന്നു. അതാണ് സമരങ്ങൾ ആരംഭിക്കുകയായി. പിന്നീട് ഇന്ത്യയുടെ ആ ഇന്ത്യ ഒട്ടാകെ സ്വാതന്ത്ര്യ സമരം എന്ന അർത്ഥത്തിൽ അത് എടുക്കാൻ പറ്റില്ല. എങ്കിലും ഇന്ത്യയിൽ വിദേശ ആധിപത്യത്തിനെതിരെയുള്ള സമരം ഇന്ത്യൻ ജനത ആരംഭിച്ചു കഴിഞ്ഞു 56. അപ്പോൾ ഈ 56 രാജാ റാംമോഹൻ റായ് വിധവാ വിവാഹം നിയമപരമാക്കി. അപ്പോൾ ഈ ബ്രഹ്മസമാജം കൂടുതൽ ശക്തമായി അതോടുകൂടി. അപ്പോൾ ഈ വിധവാ വിവാഹം നിയമപരമാക്കി. മാത്രമല്ല ശൈശവ വിവാഹത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തി. ശൈശവ വിവാഹം പാടില്ല, അപ്പോൾ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള നിയമം വരെ കൊണ്ടുവന്നു. അതാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ കേശവചന്ദ്ര സേനൻ ലംഘിച്ചത് സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ. അത് പിന്നീട് നടന്ന കഥ. അത് നമ്മൾ കഴിഞ്ഞ ആ ഭാഗത്ത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പല പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. എങ്കിലും അത് അവർ ക്രോഡീകരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഈ 56 ബ്രഹ്മസമാജം അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇത് 56 തന്നെ സിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. അത് ഡൽഹി ബേസിൽ ചെയ്താണ് വരുന്നത്. പ്രത്യേകിച്ച് അത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളങ്ങളിൽ ഇന്ത്യക്കാരായി സേവനമനുഷ്ഠിച്ചിരുന്നവരാണ് സിപ്പായികൾ. അപ്പോൾ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇംഗ്ലീഷുകാർക്കെതിരെ ഇന്ത്യയിലെ പട്ടാളക്കാർ, സിപ്പായികൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ പട്ടാളക്കാർ എതിരെ നിന്നുകൊണ്ട് അവരുടെ അത് മതപരിവർത്തനമായിരുന്നു പിന്നീട് വന്നതിനെതിരെ എന്നാണ് ചരിത്രത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ട്. എന്തായാലും അതിനെതിരെ സിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. ഏതാണ്ട് അതും ഒരു വർഷത്തോളം നീണ്ടു നിന്ന വലിയൊരു ഇതായി 1856. അപ്പം നമ്മളിവിടെ 55 കാളീക്ഷേത്രം ദക്ഷിണേശ്വരത്ത് സ്ഥാപിതമാകുന്നു. 56 ഈ വർഷത്തിലാണ് നമ്മൾ കാണുന്ന പ്രാധാന്യം ഇനി വരുന്നത്. 1856. 1855 ദക്ഷിണേശ്വരത്ത് കാളീക്ഷേത്രം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടപ്പോൾ രാമകുമാരൻ പൂജാരിയായി. ഒരു വർഷം കഴിഞ്ഞ് 1856 ശ്രീരാമകൃഷ്ണദേവൻ കാളീക്ഷേത്രത്തിലെ പൂജാരിയായി വരുന്നു 56. അപ്പോൾ രാമകുമാരൻ രാധാകാന്ത ക്ഷേത്രത്തിലേക്ക് മാറി. പക്ഷേ ആ വർഷം തന്നെ അദ്ദേഹം മരിച്ചു. അത് കഴിയുമ്പോൾ പിന്നീട് ഹൃദയനാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും 1856 ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ദൗത്യവുമായി പ്രത്യക്ഷത്തിൽ 56 ദക്ഷിണേശ്വരത്തെ പൂജാരി എന്നുള്ള നിലയിൽ അദ്ദേഹം സമൂഹത്തിൽ അവതരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഈ 56 ഈ അവതാരം വരുമ്പോൾ കൽക്കട്ടയുടെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പ് ഇത്രയും 1800 മുതൽ 56 വരെ നടന്ന ബംഗാളിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയും നടന്ന പ്രധാനമായിട്ട് കാര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം ബംഗാൾ ആയതുകൊണ്ട് അവിടെ കൽക്കട്ട ആയതുകൊണ്ട് അവിടെ ആയിരിക്കും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 18 മുതൽ 56 18 മുതൽ 56 വരെ എന്ന് പറയുന്ന 56 വർഷങ്ങൾ കൽക്കട്ടയുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ ഉണ്ടായ വലിയ ഒരു മാറ്റത്തെ അത്രയും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ അവതാരം യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര മധ്യത്തിൽ ശ്രീകൃഷ്ണൻ നിൽക്കുന്നതിന് തുല്യമായിരുന്നത്. ഒരു കുരുക്ഷേത്രമാണ് ബംഗാൾ. അപ്പോൾ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര മധ്യത്തിൽ ആയുധമില്ലാതെ ഇവിടെ ഭഗവാൻ ഒരു നിശബ്ദനായിക്കൊണ്ടാണ് ഒരു പൂജാരി, ഒരു സാധാരണ പൂജാരിയെപ്പോലെ നിശബ്ദനായിക്കൊണ്ട് കാളി പൂജയിലേക്ക് ആ കാളി പൂജ എന്നുള്ള ഒരു സംരംഭത്തിലൂടെ ഭഗവാൻ മെല്ലെ സമൂഹത്തിന് മുന്നിലേക്ക് പതുക്കെ ആ ഭഗവത് സ്വരൂപം അനാവരണം ചെയ്യപ്പെടുകയാണ്. ആ ഭഗവത് സ്വരൂപം പതുക്കെ അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കൽക്കട്ട ഒരു പക്ഷത്ത് ഇത്രയും പ്രക്ഷുബ്ധമാകുമ്പോൾ പറയുന്നത് ദക്ഷിണേശ്വരത്തെ പഞ്ചവടിയിൽ ധ്യാനനിരതനാണ് ശ്രീരാമകൃഷ്ണദേവൻ. ഇതിലൊന്നും ശ്രദ്ധിക്കാതെ, ഇതിലൊന്നും ചെന്ന് ഇടപെടാതെ വളരെ ശാന്തനായി
പഞ്ചവടിയിൽ ധ്യാനനിരതനായിരിക്കുകയാണ്. ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ രംഗപ്രവേശത്തെ നമ്മൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. എന്നിട്ട് പിന്നീടാണ് ഭഗവാൻ പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് വചനാമൃതമാകുന്നത്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം സംസാരിക്കുന്ന വചനാമൃതത്തിലൂടെ ആദ്യം സംസാരിക്കുന്നത് മാസ്റ്റർ മഹാശയനോട് കൽക്കത്തക്കാർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മാസ്റ്റർ മഹാശയനെ ആദ്യമായി മാസ്റ്റർ മഹാശയനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്ക് നിങ്ങൾ കൽക്കത്തക്കാർ. ഈ നിങ്ങൾ കൽക്കത്തക്കാർ എന്നുള്ള വാക്കിന് പിന്നിൽ ഞാൻ ഈ പറഞ്ഞ 56 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. അതാണ് ആ നിങ്ങൾ കൽക്കത്തക്കാർ. നിങ്ങൾ കൽക്കത്തക്കാർ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറയുന്നതാണ് വചനാമൃതം തുടങ്ങുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഈ കൽക്കത്തക്കാർ എങ്ങനെയുള്ളവരാണ്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. വചനാമൃതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഈ കൽക്കത്തക്കാർ എങ്ങനെയുള്ളവരാണ് എന്നാണ് പറയുന്നത്. അതാണ് ആ തുടക്കം. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഈ കൽക്കത്തക്കാർ എങ്ങനെയുള്ളവരാണ് എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ ആ പ്രസ്താവത്തിൻ്റെ ആഴമറിയണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 18 മുതൽ 56 വർഷം കൽക്കട്ടയിൽ നടന്ന ഈ പ്രവർത്തനങ്ങളും അതെങ്ങനെയാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്, നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം മാസ്റ്റർ മഹാശയനോട് പറഞ്ഞ ഈ വാക്കിനെ നമ്മൾ കാണാൻ. അപ്പോൾ ആ അർത്ഥത്തിലാണ് അത് നിങ്ങൾ കൽക്കത്തക്കാർ എന്ന് ഭഗവാൻ പറഞ്ഞത്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വരുന്നതാണ് കൽക്കട്ടക്കാരെക്കുറിച്ച് പറയുന്നത്. അവർ ഭഗവാൻ തന്നെ പറഞ്ഞു, ഭഗവാൻ പറയുന്നതാണിത്. കൽക്കത്തക്കാരെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞത് അവർ പാശ്ചാത്യ സംസ്കാരത്തിൽ ഭ്രമിച്ചവരാണ്. പേരിനും പ്രശസ്തിക്കും വേണ്ടി അവർ ഭിക്ഷക്കാരെ പോലെ അലയുന്നു. പേരിനും പ്രശസ്തിക്കും വേണ്ടി ഭിക്ഷക്കാരെ പോലെ അലയുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം കാമിനി കാഞ്ചനമാകുന്നു. അപ്പോൾ ആ കാമമോഹിതമായ മനസ്സ്, കാഞ്ചനത്തിലുള്ള മനസ്സ്, ഈ കാഞ്ചനത്തിലും ഈ ജീവിതത്തിൻ്റെ പ്രത്യക്ഷാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ കാമിക്കുന്ന ആ വസ്തുവകകളോടുള്ള ആ കാമം, കാമിനി എന്നുള്ളതിന് സ്ത്രീ എന്നുള്ള അർത്ഥം നമ്മൾ ഒരിക്കലും കാണരുത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. കാമം കാഞ്ചനവും, കാമിനി കാഞ്ചനം. അവർ സംശയാലുക്കളും ജീവിതത്തെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ശ്രീരാമകൃഷ്ണൻ്റെ വാക്കുകളാണ് ഇതെല്ലാം. അവർ സംശയാലുക്കളാണ്, ജീവിതത്തെ ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല ശ്രീരാമകൃഷ്ണദേവനുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ആത്മീയ ജീവിതം നിഷ്ഫലമാക്കുന്നതിനോട് ശ്രീരാമകൃഷ്ണദേവൻ ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. ഇത്തരം ഒരു സമൂഹത്തിന് വേണ്ടി ആത്മീയ ജീവിതത്തെ നിഷ്ഫലമാക്കുന്നതിനോട് ശ്രീരാമകൃഷ്ണദേവൻ ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. വിദേശങ്ങളിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരെ എവിടെയും കാണാം, ഇവിടെയും കാണാം എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്കുകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൽക്കട്ടക്കാരെ ശ്രീരാമകൃഷ്ണൻ വെറുത്തില്ല. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഭഗവാന്റെ ആ അവതാര ജീവിതത്തിലെ ഏറ്റവും പ്രകടമായൊരു ഭാവം അതായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ കൽക്കട്ടക്കാരെ ശ്രീരാമകൃഷ്ണദേവൻ വെറുത്തില്ല. അവർ ഉണരും എന്ന് മനസ്സിലാക്കിയിരുന്നു ഭഗവാൻ. അവർ ഒരിക്കൽ ഉണരും എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഭഗവാൻ. കേൾക്കാമോ? ഇടയ്ക്കത് ഇൻ്ററക്ഷൻ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് മാറ്റമുണ്ടാകുമെന്ന് ഭഗവാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ വെറുക്കാതിരുന്നത്. കടുത്ത വിമർശനം പോലും, അതായത് ഭഗവാൻ ഈ കൽക്കട്ടക്കാരെക്കുറിച്ച് കടുത്ത വിമർശനം ഉന്നയിച്ച ഭാഗങ്ങളിലെല്ലാം, ഈ വചനാമൃതത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളിലും
കൽക്കട്ടക്കാരെക്കുറിച്ച് കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോഴെല്ലാം അത് വളരെ മധുരമായിട്ടും മൃദുവായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. വളരെ സോഫ്റ്റായിട്ടാണ് ഭഗവാൻ ആ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിമർശനം വചനാമൃതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. അതായത് വചനാമൃതം 1-ാം വോള്യത്തിൻ്റെ തുടക്കത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ആ ഭാഗം കൂടെ ഇന്ന് നോക്കിയിട്ട് നമുക്ക് നാളെ അടുത്ത ദിവസം അതിൻ്റെ ബാക്കി. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഈ വചനാമൃതത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നതാണ്. 1-ാം ഭാഗം തുടങ്ങുമ്പോൾ പറയുന്ന 1-ാം ഭാഗം നീരസത്തോടെ കണ്ടോ. 7-ാം പേജിലാണ് അത് വരുന്നത്. ശ്രീരാമകൃഷ്ണദേവനും പ്രസംഗവും എന്ന ആ ഭാഗം വിഗ്രഹാരാധന എന്നുള്ള ആ സബ് ടൈറ്റിൽ കഴിഞ്ഞ അധ്യായം 3-ലാണ് ഇത് പറയുന്നത്. നീരസത്തോടെ ഇത്രയും ഞാൻ ഈ മുൻപ് പറഞ്ഞ ഈ ചരിത്ര പശ്ചാത്തലത്തെയും ഈ മാനസികാവസ്ഥയും മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നീരസത്തോടെ എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ നീരസത്തോടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നീരസത്തോടെ നിങ്ങളുടെ കൽക്കത്തക്കാരുടെ ഒരേ ഒരു തൊഴിലാണ് ലെക്ചർ അടിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും. തനിക്ക് ആര് വെളിച്ചം തരും അതൊട്ട് നിശ്ചയവുമില്ല. പഠിപ്പിക്കാൻ നീ ആര്? ഈ ജഗത്ത് ആരുടെയോ അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഈ ജഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നു, സൂര്യചന്ദ്രന്മാരെ നിർമ്മിച്ചിരിക്കുന്നു, മനുഷ്യനെയും ജീവികളെയും ജന്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു, ജീവജാലങ്ങൾക്ക് ആഹാരത്തിനുള്ള ഉപായം ഉണ്ടാക്കിയിരിക്കുന്നു, പോറ്റി വളർത്താൻ അച്ഛനമ്മമാരെ നൽകിയിരിക്കുന്നു, അതിനായി അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചിരിക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഇതിനുള്ള ഉപായം മാത്രം ഉണ്ടാക്കി കൊടുക്കുകയില്ലെന്നാണോ ധരിക്കുന്നത്? പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പഠിപ്പിക്കും. അദ്ദേഹമാണ് അന്തര്യാമി. ഇനി ഈ മണ്ണുകൊണ്ടുള്ള പ്രതിമയെ പൂജിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെയാണ് ഇതിൽ കൂടി വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂടെ? അദ്ദേഹം ഈ പൂജ കൊണ്ട് തന്നെ സന്തുഷ്ടനാകും. അത് ചൊല്ലി നീ എന്തിനാണ് നിൻ്റെ തല പുണ്ണാക്കുന്നത്? നിനക്കെങ്ങനെ ജ്ഞാനം ലഭിക്കും, ഭക്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ നീ ഒന്ന് പ്രയത്നിക്കുക. ഇതാണ് ഭഗവാൻ ആദ്യമായി മാസ്റ്റർ മഹാശയനോട് വളരെ വിശദമായി പറയുന്ന വാക്ക്. ആ വലിയൊരു ബൃഹത്തായ പാരഗ്രാഫ്. ഇത് മുഴുവനും ഈ ഇത്രയും ഈ 18 മുതൽ 56 വരെയുള്ള ചരിത്ര പശ്ചാത്തലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ വചനാമൃതത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നതാണിത്. ഇതിനു മുമ്പ് മാസ്റ്റർ മഹാശയൻ നോക്കിയപ്പോൾ ശുകദേവൻ പ്രഭാഷണം ചെയ്യുന്നതായിട്ടൊക്കെയേ തോന്നിയുള്ളൂ, ഭാഗവതമാണെന്നൊക്കെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് കേൾക്കാനിരുന്നപ്പോഴാണ് കൃത്യം കിട്ടിയത്. കൃത്യമായ രീതിയിൽ ഭഗവാൻ ഇടപെട്ടത്. അതാണ് ഈ പറഞ്ഞത്. ആധ്യാത്മികതയെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതിന് ഭഗവാൻ എടുത്ത ആദ്യത്തെ ചുവടായിരുന്നു ഈ ഒരു പാരഗ്രാഫ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ചരിത്രം, അതായത് ഹാരെ ഉൾപ്പെടെയുള്ളവർ, ഡൊറോസിയോ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്ന ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു കൽക്കട്ട പട്ടണത്തിൻ്റെ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ഒരു പാരഗ്രാഫിനെ പഠിക്കാനും. ഈ ഒരു പാരഗ്രാഫ് മാസ്റ്റർ മഹാശയനോട് പറയാനുണ്ടായ നീരസം എന്തായിരുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്കിനി അടുത്ത ദിവസം വായിക്കാം. ഭയങ്കര വളരെ വല്ലാത്തൊരു അവസ്ഥയാണ് വചനാമൃതത്തിൻ്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുക. നമ്മൾ ഈ നേരിട്ട് വായിച്ച എല്ലാ സരളമായ ഭാവവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അത്ര മനോവേദന സൃഷ്ടിക്കുന്നതാണ് ആ കഥ മുഴുവൻ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാൻ എന്താണ് ആ ഭഗവത് സ്വരൂപം ഏറ്റെടുത്ത ആ വലിയ ആ ഒരു എന്താ പറയുക, തൊണ്ടയിൽ ആ രോഗം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ആത്മീയ ചിന്തയെ, സനാതനധർമ്മത്തെ ഉദ്ഘോഷിക്കുന്ന ആ തൊണ്ടയിലൂടെ അഹോരാത്രം പറഞ്ഞാണ് ആ തൊണ്ടയിൽ ആ രോഗം പിടിപെട്ടത്. അതാണ് ഈ പശ്ചാത്തലം നമ്മെ കാണിക്കുക. ഇതുപോലാണ് ഇനിയും പശ്ചാത്തലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത തവണ അത് തുടരാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ.
കാര്യം. ഈ മെക്കാളെ പ്രഭു കേൾക്കുന്നു സാർ. ഇതൊന്ന് ബാക്കിലേക്ക് പറഞ്ഞതായിരുന്നു. മെക്കാളെ പ്രഭു വന്നിട്ട് നമ്മുടെ സംസ്കൃതി മുഴുവനും തകർക്കണം എന്ന് പറഞ്ഞു. അതെ 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 36 മെക്കാളെ പ്രഭു പ്രഖ്യാപിച്ചപ്പോൾ 36 ഭഗവാൻ വന്നു എന്നുള്ളത് ജന്മമെടുക്കുന്നു. അതെ അതെ ധർമ്മം സംരക്ഷിക്കാനായിട്ട് വന്നു എന്നുള്ളത് അതെ അതെ ഓർമ്മയുണ്ട്. അതെ 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 ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി അതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അപജയം. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി അത് തന്നെ. അത് മാറ്റി ഇവിടെ ഏ അത് മാറ്റിക്കൊണ്ട് അതെ 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 നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ ദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം.